സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക്. ഈ ചെകുത്താൻ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പുള്ളിക്കാരൻ വന്നിട്ട് 24 മണിക്കൂറും മോഹൻലാലിനെ കുറ്റം പറച്ചിൽ തന്നെയാണ് പണി. മോഹൻലാലിനോട് ഇത്രയധികം ഈഗോ തോന്നുന്ന ഒരു വ്യക്തിയെ ഇതാദ്യമായിട്ടായിരിക്കും കാണുന്നത്. പുള്ളിക്കാരൻ എപ്പോഴും മോഹൻലാലിൻ്റെ പടം ഇറങ്ങാനായിട്ട് കാത്തിരിക്കും, എന്നിട്ട് പടം പോലും കാണാതെ ആ പടത്തിൻ്റെ റിവ്യൂസൊക്കെ ചെയ്യും. പുള്ളിയുടെ പ്രധാന പരിപാടി ഇങ്ങനെ റിവ്യൂസൊക്കെ തട്ടി വിടുന്നതാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഇതുപോലെ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പ് എന്തൊക്കെയോ മോഹൻലാലിനെ പറ്റി പറഞ്ഞ സമയത്ത് ഈ പുള്ളിക്കാരനെ ലാലേട്ടൻ്റെ ഫാൻസൊക്കെ എടുത്തിട്ട് നന്നായി പൊങ്കാലയിട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഈ കുറ്റം പറയുന്ന വീഡിയോസും ഒക്കെ ആയിട്ട് ഈ പുള്ളിക്കാരൻ രംഗത്തിറങ്ങിയത്. എന്തായാലും ഇത് വളരെയധികം അതിര് കടക്കുന്നത് കൊണ്ട് വളരെയധികം പ്രശ്നങ്ങളാണ് ഇപ്പോൾ പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ ലാലേട്ടൻ വയനാട് ദുരന്തഭൂമി സന്ദർശിച്ചപ്പോഴും ഈ പരിപാടി തന്നെ പുള്ളിക്കാരൻ തുടർന്നു. എല്ലാവർക്കും അറിയാവുന്ന വിഷയമായിരിക്കും ദുരന്തഭൂമി ലാലേട്ടൻ സന്ദർശിച്ച സംഭവം. അന്ന് അവിടെ സന്ദർശിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. ഞാനും കൂടെ ഉൾപ്പെടുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു TA മദ്രാസ്. അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. ഞങ്ങളുടെ 40 പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ, മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ബ്രിഡ്ജിലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഒരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേരെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് കേട്ട് കാണുമല്ലോ അല്ലേ? നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്തത്. ലാലേട്ടൻ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം ധരിച്ചു വന്നാണ് സംസാരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അവിടെ പണിയെടുത്ത ഇന്ത്യൻ ആർമിയിലെ പ്രവർത്തകർക്കൊക്കെ ഇതൊരു അഭിമാനത്തിൻ്റെ സമയമാണ്. ഒരു സൂപ്പർ സ്റ്റാറാണ് അവരുടെ കൂടെ ഉള്ളത്. പക്ഷേ എന്തൊക്കെയായാലും ഇന്ത്യൻ ആർമി തീർച്ചയായും ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ തന്നെയാണ്. എന്തായാലും പുള്ളിക്കാരൻ, നമ്മുടെ ചെകുത്താൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്നു. ഇവിടെയും ഓരോ വീഡിയോസൊക്കെ കൊണ്ട് വന്നിരിക്കുകയാണ്. പിന്നെ ലാലേട്ടൻ വന്നിട്ട് ലെഫ്റ്റനന്റ് കേണൽ പദവിയുമുണ്ട്. ഈ സമയത്ത് ഇങ്ങനത്തെ ദുരന്തഭൂമിയിലൊക്കെ ആരൊക്കെ വന്ന് സേവനം ചെയ്താലും അതൊരു വലിയ കാര്യം തന്നെയാണ്. ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ വക 3 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. പിന്നീട് അദ്ദേഹം സ്വന്തം നിലയിലും ഏതാണ്ട് ഒരു 25 ലക്ഷത്തോളം രൂപ കൊടുത്തു എന്നാണ് അറിയുന്നത്. മൊത്തത്തിൽ ഒരു 3.25 കോടിയോളം രൂപ മലയാളത്തിലെ ഒരു സെലിബ്രിറ്റി കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയാണിത്. പക്ഷേ ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള തുക സംഭാവനയായി കൊടുക്കുന്നുമുണ്ട്. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് സംസാരിച്ചത് നമ്മുടെ ചെകുത്താൻ എന്ന് പറഞ്ഞ പുള്ളിക്ക് ഒട്ടും സഹിച്ചില്ല. ഉടനെ തന്നെ ഒരു വീഡിയോ പുള്ളിക്കാരൻ ഒന്ന് ഇറക്കി. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബോധമില്ലാത്ത മനുഷ്യൻ തോന്നിപ്പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത്. പുള്ളി ഒരുങ്ങിയെന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്ന ഇടയ്ക്കെടുത്തിടണമല്ലോ എന്ന് സിനിമ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ എവിടെ ഒന്ന് ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ് പോകണം. പക്ഷേ ഇയാൾ അങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ. എന്തോ പഴങ്ങാനാണ് പോയത് ഇവിടെ. ഇതൊക്കെ ഒരു മെക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും. അല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ഇയാൾക്ക് ഇതിനും എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുമായി മന്ത്രിമാർ പോയി ഉള്ളത്തരം കാണിച്ച പോലെ മോഹൻലാൽ ഒരു ഉള്ളത്തരം കാണിക്കുന്നു എന്ന് പറയും. ഇങ്ങനെയുണ്ട് നാണം കെട്ട മനുഷ്യൻ. ബുദ്ധിശൂന്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ 1 ആളാണ് മോഹൻലാൽ. അത് ഭൂമിയിൽ ഇതുപോലൊരു അതപ്പതിച്ച രീതിയിൽ ജീവിക്കാനൊരു പ്രത്യേക ഒരു മണ്ടത്തരം വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലൊക്കെ ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത്. മിലിറ്ററിക്ക് നാണക്കേടാണ് ജീവിതം ഒരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇയാൾ ബാച്ചിലേഴ്സ് എവിടെ പോയിക്കോട്ടെ. ഇതിങ്ങനെ പദവി കൊടുത്തിടുന്നത് അതും 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെല്ലുന്നത്. അതിന് ഉത്തരവാദിത്വം. വീഡിയോ കണ്ടു കാണുമല്ലോ അല്ലേ? എന്തൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
പറയുന്നത് ഈ പുള്ളിക്കാരൻ്റെ എന്താ പ്രശ്നം എന്ന് തന്നെ മനസ്സിലാകുന്നില്ല. എപ്പോഴാണ് ഈ പുള്ളിയുടെ ഈ പ്രശ്നം തീരുമെന്നുള്ളതും അറിയാനായിട്ട് സാധിക്കുന്നില്ല. ബാക്കി കൂടി കേട്ട് നോക്കാം. ഇങ്ങനെ എഴുതിക്കൊണ്ട് വലിയ വർഷത്തിലേക്ക് എഴുതി പൊതിച്ചോറിനെ കവർ ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഒരു എല്ലാ സ്ഥലം മറ്റേ ജയലളിത ഫെഡറൽ ലീഫിന് സ്വന്തം ഫോട്ടോ വിതരണം ചെയ്ത പോലെ അതൊക്കെ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. എന്നാലും ആരുടെ കാശാണ് എന്തോ ജയലളിത വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് മുമ്പ് എവിടെ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അവിടെ നിന്ന് കിട്ടിയായിരിക്കും ആ കാശ് എടുത്തിട്ട് എനിക്കാണെങ്കിൽ ഉള്ളത് കാണും. നാട്ടിൽ കുറേ അന്തരം പറ്റിക്കാൻ പോയതുകൊണ്ട് പറ്റിച്ച് ഒരാൾ മരിച്ചൊരു സ്ത്രീ. അപ്പോൾ ഇവിടെ വേണ്ട, ശരിയല്ല, ഞാൻ മനസ്സിലായി ഇത് ബാൻ ചെയ്യേണ്ട സംഭവമല്ലേ. അല്ല പിന്നെ ഇല്ല പറ്റത്തില്ല, പറ്റില്ല, ഒരു രീതിയിലും പറ്റുന്നു. റെസ്ക്യൂ ഓപ്പറേഷൻ വരുന്നവർക്ക് ഒരു ഡ്രസ് കോഡ്, ഒറ്റ ഡ്രസ് കോഡ് ഗവൺമെന്റ് അങ്ങ് നിശ്ചയിക്കുക, എല്ലാ സംഘടനകളെ അറിയിക്കുക. കഴിഞ്ഞ ദിവസം സേവനം ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾ ഈ യൂണിഫോമിനകത്തൊരു യൂണിഫോം കോഡ് ഉണ്ട്. അങ്ങനെ ഈ സംഘടനകളുടെ പേര് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതിന് പ്രത്യേകം പേരൊന്നും വെക്കണ്ട. അല്ലെങ്കിൽ എന്തുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേറ്റർ, റെസ്ക്യൂ എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, വി ഹെൽപ്പ് എന്നോ ഐ കെയർ എന്നോ ഹൂ കെയർസ് എന്നോ നത്തിങ് എൽസ് മാറ്റേഴ്സ് എന്നോ, അതും അല്ലെങ്കിൽ വേറെന്തുവാ എന്തെങ്കിലുമൊക്കെ എടുത്ത് എഴുത്. പാകിസ്ഥാനും സവാരി രീതിയൊന്നും എഴുതരുത്, ഭയങ്കര തറ. അതുകൊണ്ടാണ് മനസ്സിലായോ? അല്ലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതും, നല്ല രസമുണ്ട്. ദൈവമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് വേണം, നിർബന്ധം വേണം. കാരണം ഈ പ്രാവശ്യം ഒത്തിരി പ്രശ്നം ഉണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. എപ്പോഴും ഇങ്ങനെ ഇവർ പലരും എന്തിനാ വരുന്നത്? അപ്പോൾ ഈ പബ്ലിസിറ്റിയുടെ ആൾക്കാരും കൂടെ വരും. ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ സഹായിക്കാൻ വരുന്ന 4 പേര് കാണും. അതിന് കൂടുതൽ പബ്ലിസിറ്റിക്ക് ഒരു 10 പേര് വന്നാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക, തിരക്കുണ്ടാക്കുക അല്ലാതെ ആളുകൂടിയ പാമ്പ് യാത്ര എന്ന് പറയുന്ന പോലെ അവിടെ തിരക്കുണ്ടാക്കി അലമ്പാകാനുള്ള ഒരു സാധ്യതയും കൂടെ. അത് ശരിക്കും ആദ്യത്തെ ആ ഫ്ലഡ് നടന്ന സമയത്ത് തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിന്റെ ജില്ല ആലോചിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് വന്ന ആളുകളുടെ യൂണിഫോമിനെ പറ്റിയും ഇതിന്റെ എഴുതി വെച്ചിരിക്കുന്ന പേരുകളെ പറ്റി എല്ലാം കമന്റുകൾ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പോൾ മനസ്സിലായ കാര്യമാണ്. ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കാൻ സേവനത്തിൽ വരുന്നവരുടെ കൂടെ ഒരു 5 പേര് വരേണ്ട സ്ഥാനത്ത് അവർ 15 പേര് വന്നതാണ്. അത് വായന നടന്നത് പാത്രം പാഴുമായിരുന്നു, ഉറപ്പാ, ഒരു സംശയം വേണ്ട. പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ വരുന്നത്, അവിടെ മെഴുകാൻ വരും. അപ്പോൾ അവരുടെ ആ മെഴുകൽ ഇച്ചിരി കുറഞ്ഞിരിക്കും. സേവനത്തിന് താല്പര്യമുള്ള പാർട്ടിയോ ജാതിയോ മതമോ രാജ്യമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ തന്നെ തന്നെ വന്നോളൂ. ഇപ്പോൾ അവിടെ ആനിമൽ റെസ്ക്യൂവിന് എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് അറിഞ്ഞേട്ടൻ പോയേ ഉള്ളൂ. അതുപോലെ ഇതിനകത്ത് 2 പെടാത്ത ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേക ഒരു ഇടപെടലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല. ഈ ഉടുപ്പ് കപ്പ് എടുക്കുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ ഉടുപ്പ് അടിച്ചെടുക്കുന്നതിന് പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നതിന് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ജാക്കറ്റ് പ്രിന്റ് ചെയ്തു, ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ ഡിസൈൻ ചെയ്ത് അത് എന്നിട്ട് നടക്കും. അത് പക്ഷേ ഇവിടെ കൂടെ നടക്കത്തുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കുക ചെയ്യുക. അല്ലാതെ ഇങ്ങനെ ദുരന്തം ബാധിത മേഖലയിലൊക്കെ പോയി കിടന്ന എല്ലാവരും പേഷ്യന്റ് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഇടാറില്ല. വേണമെങ്കിൽ ഇട്ടുകൊണ്ടിരിക്കാം, പക്ഷേ അതൊക്കെ ഇച്ചിരി അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ മാഡം മനസ്സിലാക്കി 10 പേരെ കൂടെ നടക്കും, അവർ കാണുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ അത് പ്രിന്റ് ചെയ്തേക്കും. അതിനകത്തൊരു സംശയം. അത് ഇട്ടുണ്ട് മരണം വീട്ടിലോ അല്ല ഈ പറഞ്ഞ ആശുപത്രിയിലോട്ട് പോകുന്ന ആശുപത്രി പോകുന്ന ഇറങ്ങുമ്പോൾ ഇതിട്ട് ഇറങ്ങാം എന്ന് പറയുന്നത് മോഹൻലാൽ. എല്ലാവരും മരിച്ചായിട്ട് പോയി അറിയാം. നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉൾപ്പെട്ടതിന്റെ കാരണവശാൽ പോകുന്ന പോലല്ല. ഇതിനുവേണ്ടി ഇറങ്ങുമ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആവശ്യത്തിനാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ തരത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ അതൊക്കെ ചെയ്യാൻ മോഹൻലാൽ മാത്രമേ എടുത്തുള്ളൂ. ഇന്ത്യയിലെ ആളുള്ളൂ. എന്താണ് യൂണിഫോം? അതുപോലെ തന്നെ യൂണിഫോം പറയണം. യൂണിഫോം ഈ ഭാഗത്ത് വലിയ സംഭവം മോഹൻലാൽ കൊള്ളായാലും യൂണിഫോം ഒരു വിഷയമാക്കി കളഞ്ഞു. പല സംഘടനകളിലെ ആൾക്കാരും യൂണിഫോം ധരിച്ചാണ് വരുന്നത്. പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ യൂണിഫോം ഇട്ട് വരുമ്പോൾ അതിനുള്ള സൗകര്യാർത്ഥമാണ് ഇവർ ഇത് ഇങ്ങനെ ഇട്ട് വരുന്നത്, അല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ആയിരിക്കില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ് ഇതൊക്കെ കണ്ടിട്ട്. എന്തായാലും ഇങ്ങേർക്കെതിരെ ഇതിനിടെ ഒരു കേസ് പോയി. കേസ് കൊടുത്തത് ആരാണെന്ന് അറിയാമോ? മറ്റാരുമല്ല, നമ്മുടെ നടൻ സിദ്ദീഖ് ആണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തത്. ഇതിലെന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? നല്ല കോമഡിയാണ് നടന്നിരിക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഈ ചെകുത്താൻ വീഡിയോസ് ഒക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ആളങ്ങ് മുങ്ങുകയും ചെയ്തു. ഇപ്പോൾ ആൾ ഒളിവിലാണ്. എന്തായാലും ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ചിട്ട് സിദ്ദീഖ് വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്. റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ, മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും, പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട്, ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും എൻ്റെ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ DGP ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം അതിന് ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളി എന്ന് തന്നെ പറയാം,
ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ പുള്ളിക്കാരൻ എന്ന് പൊങ്ങൂ എന്ന് കണ്ടു തന്നെ അറിയണം. സൈബർ വകുപ്പാണ്. പിന്നെ പബ്ലിക്കിൽ നല്ലോണം ഈ പുള്ളി നാറുകയും ചെയ്തു. ഇതിനേക്കാളും വലിയൊരു ശിക്ഷ ഇനി ഈ പുള്ളിക്കാരന് കിട്ടാനില്ല. എന്തൊക്കെയായാലും സംഗതികൾ പോകുന്ന ഒരു പോക്ക് കണ്ടപ്പോഴേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളുമായിട്ട്. അപ്പോൾ തുടർന്ന് ഇതുപോലെയുള്ള പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.